ഇന്ന് നമുക്കൊരു ചിക്കൻ പെരട്ടുണ്ടാക്കിയാലോ? വളരെ ഈസി ആയതേ. ആദ്യം നമുക്കതിന് വേണ്ട ചിക്കൻ എടുക്കാം. ഇത്രയും ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് കടുക് താളിക്കണം. കടുക് താളിച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് ഇതുപോലൊന്ന് ചുവക്കെ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് സവാള ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം. എന്നിട്ട് ഇത് സ്ലോ ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സവാള നല്ല ചുവക്കെ തന്നെ വഴന്നു വരണം. അത് പക്ഷേ തീ കൂട്ടി വെക്കുകയും ചെയ്യരുത്. അപ്പം വളരെ സ്ലോ ആയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ചുമന്നില്ലെങ്കിൽ സവാളയുടെ ഒരു മധുരമൊക്കെ നമുക്ക് ചിക്കനിൽ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ വഴറ്റിയെടുത്ത് നമ്മളിതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാലേ കുറേ ദിവസം കേടാവാതെ ഇരിക്കും. നല്ല ടേസ്റ്റുമാണ്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി കുറച്ച് നേരവും കൂടെ ഒന്ന് മൂപ്പിക്കണം. കണ്ടോ, ഈ പരുവത്തിൽ വേണം നമുക്ക് സവാള വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി. ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി പെരട്ടായ കാരണം അധികം മല്ലിപ്പൊടി ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളേ. ഇനി നിറച്ച് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഇത് പിരിയൻ മുളക് പൊടി മറ്റേ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ആ മുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കി എടുത്തിട്ട് ഏറ്റവും അവസാനം വേണം ഈ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാനായിട്ട്. കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് ടൊമാറ്റോയാണ്. ഒരു വലിയ ടൊമാറ്റോ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അരപ്പുണ്ടായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി കണ്ടോ, ഇതുപോലെ ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഇഞ്ചി ചേർക്കുന്നത്. ആദ്യം വഴറ്റുമ്പോൾ ഇഞ്ചി ചേർക്കത്തില്ല, കാരണം അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും. ഏറ്റവും അവസാനം നമ്മൾ ഇഞ്ചി ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മേളിൽ ചിക്കനുണ്ട്. ഞാനിപ്പോൾ വാങ്ങിക്കുമ്പോൾ വലിയ പീസായിട്ടുള്ളത് ലെഗ് പീസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇതുപോലെ എല്ലുള്ള ഭാഗങ്ങളാണ് ഞാനിങ്ങനെ കറിക്കും പെരട്ടിനൊക്കെ ഉപയോഗിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇളക്കാം. ഇളക്കി നന്നായിട്ട് ചാറൊന്ന് തിളയ്ക്കാൻ തുടങ്ങണം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ വേണം തീ കുറച്ച് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പതുക്കെ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത്. എനിക്ക് ചിക്കൻ കറി ആണെങ്കിലും ചിക്കൻ പെരട്ടാണെങ്കിലും എന്തിനാണെങ്കിലും ഇതുപോലെ തേങ്ങാക്കൊത്ത് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചാറ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ 10-12 മിനിറ്റൊക്കെ വെന്താൽ മതിയാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ എനിക്ക് മിസ്സായിപ്പോയേ. കാരണം ആ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഇതിന്. ആ ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് കണ്ടപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി നല്ല വരണ്ട് നല്ല പെരട്ട് ആയിട്ടുണ്ട്. ഈ ചിക്കൻ പെരട്ട് നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് ദിവസം കേടാവാതിരിക്കുകയും ചെയ്യും നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ. കാരണം നമ്മളെപ്പോഴും സവാള നന്നായിട്ട് വഴറ്റിയിട്ട് വെക്കുമ്പോൾ കൂടുതൽ ദിവസം കേടാവാതിരിക്കും. ചോറിനായാലും ചപ്പാത്തിക്കായാലും അല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറിനോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബൈ.